Welcome to Arcade Stories. പ്രിയ പ്രണയിനി ഭാഗം 62. രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ. മുറ്റത്ത് കാർ വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടാണ് ശാരദാമ്മ വന്ന് മുൻവാതിൽ തുറന്നത്. പുറത്ത് കാർ പാർക്ക് ചെയ്തിട്ട് ക്ഷീണത്തോടെ വരാന്തയിലേക്ക് കയറി വരുന്ന വിശ്വനെ അവർ ആകാംക്ഷയോടെ നോക്കി. എന്തായി വിശ്വ, ദേവനെ കണ്ടോ? എങ്ങനെയാ അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടത്? അമ്മയുടെ ശബ്ദത്തിൽ ആശങ്ക തിരിച്ചറിഞ്ഞ വിശ്വൻ അവരെ തോളിൽ തട്ടി സമാധാനിപ്പിച്ചു. അവന് കുഴപ്പമൊന്നുമില്ലമ്മേ, അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടത് എങ്ങനെയൊക്കെയാന്ന് വഴിയെ പറയാം. കൂടുതലൊന്നും പറയാതെ വിശ്വൻ അകത്തേക്ക് കയറി സ്വന്തം മുറിയിലേക്ക് നടന്നു. പിന്നാലെ ശാരദാമ്മയും ചെന്നു. മുറിയിലേക്ക് കയറുന്നതിനിടയിൽ അവൻ ചോദിച്ചത് മറ്റൊന്നാണ്. കിച്ചൂട്ടൻ ഉറങ്ങിയോ? അത് കേട്ട് ശാരദാമ്മ ചിരിയോടെ ഒന്ന് നെടുവീർപ്പിട്ടു. അവന്റെ ഒരു കാര്യം, അച്ഛൻ വന്നിട്ടേ ഉറങ്ങുന്നും പറഞ്ഞ് ഉമ്മറത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്നു. പാവം കുഞ്ഞ് ഉറക്കം വന്ന് കണ്ണൊക്കെ അടഞ്ഞു പോകുന്നുണ്ടേലും വാശി വിട്ടില്ല. ഒടുവിൽ ഇവിടെ ഇരുന്ന് ഉറക്കം തൂങ്ങുന്നത് കണ്ട് ആ കൊച്ചു വന്ന് അവനെ എടുത്തുകൊണ്ടുപോയി കിടത്തി ഉറക്കിയതാ. അമ്മ അത് പറയുമ്പോ വിശ്വന്റെ ചുണ്ടിൽ അവൻ അറിയാതെ തന്നെ വാത്സല്യം നിറഞ്ഞൊരു പുഞ്ചിരി വിരിഞ്ഞു. ആ കുഞ്ഞി കണ്ണുകളിലെ കാത്തിരിപ്പ് ഓർത്തപ്പോ അവന്റെ മനസ്സും നിറഞ്ഞു. വിശ്വൻ പതിയൊന്ന് മൂളി. അവൻ ഷർട്ടിന്റെ ബട്ടണുകൾ അഴിച്ച് വസ്ത്രം മാറാൻ തുടങ്ങുകയായിരുന്നു. അലമാരയിൽ നിന്നും ഒരു കള്ളിമുണ്ടും ടീഷർട്ടും എടുത്തുകൊണ്ട് അവൻ തിരിഞ്ഞപ്പോ ശാരദാമ്മ ഗൗരവത്തോട് ചോദിച്ചു, അല്ല വിശ്വ, എന്തായാലും നിന്റെ ഉദ്ദേശം? ഈ വിവാഹം എത്രയും വേഗം നടത്തുന്നതല്ലേ നല്ലത്? ഇന്നിപ്പോ കൊച്ചിന്റെ വാശി കാരണം ഒരു രാത്രി അവരിവിടെ കഴിഞ്ഞു. പക്ഷെ അവൻ കരയുന്നു എന്നും പറഞ്ഞ് എല്ലാ ദിവസവും അവർക്ക് ഇങ്ങനെ ഇവിടെ താമസിക്കാൻ പറ്റുമോ? ചുറ്റിനും കാണുന്ന ആൾക്കാരൊക്കെ എന്തു പറയും? കയ്യിലിരുന്ന ഷർട്ട് കസേരയിലേക്ക് ഇട്ടിട്ട് വിശ്വൻ കള്ളിമുണ്ടും ടീഷർട്ടും ധരിച്ചു. എന്നിട്ട് അവൻ എളിക്ക് കൈകൾ കുത്തി അമ്മയെ നോക്കി. അതിനിപ്പോ ഞാനെന്താ വേണ്ടത്? നാളെ കെട്ടണോ? കെട്ടാം. നമുക്ക് നാളെ കാലത്ത് തന്നെ പോയി വിവാഹം അങ്ങ് രജിസ്റ്റർ ചെയ്താലോ? അതോ ഇനി അമ്പലത്തിൽ വെച്ച് കെട്ടണോ? അതും ആകാം, അമ്മ പറ. മകന്റെ കൂസലില്ലാത്ത ആ മറുപടി കേട്ട് ശാരദാമ്മയുടെ കണ്ണുകൾ മിഴിഞ്ഞു. ആ, ഇത് നല്ല ശൈലി. ഇതിപ്പോ എന്നോടാണോ ചോദിക്കുന്നേ? കെട്ടാൻ പോകുന്നവരോട് പോയി ചോദിക്കടാ. അവർ ചിരി അടക്കിക്കൊണ്ട് പറഞ്ഞു. കള്ളിമുണ്ടിന്റെ കോന്തല എടുത്ത് മടക്കി കുത്തിക്കൊണ്ട് വിശ്വൻ വാതിലിന് നേരെ നടന്നു. ആ, ചോദിക്കാൻ തന്നെയാ പോകുന്നേ. രശ്മികയും കിച്ചൂട്ടനും കിടക്കുന്ന മുറി ലക്ഷ്യമാക്കി നടക്കുന്ന അവനിലെ മാറ്റങ്ങൾ കണ്ട് നിറഞ്ഞ മനസ്സോടെ ശാരദാമ്മ ആ പോക്കും നോക്കി നിന്നു. തുറന്നു കിടന്നിരുന്ന വാതിലിൽ ഒന്ന് തട്ടിയിട്ടാണ് അവൻ മുറിക്കകത്തേക്ക് കയറിയത്. അകത്ത് ലൈറ്റ് കെടുത്തിയിരുന്നില്ല. മുന്നിലെ കാഴ്ച അവന്റെ ഹൃദയം നിറയ്ക്കുന്നതായിരുന്നു. കിടക്കയുടെ നടുവിൽ താൻ വാങ്ങിക്കൊടുത്ത കാറുകളും ലോറികളും ഉൾപ്പെടെയുള്ള കളിപ്പാട്ടങ്ങൾ ചുറ്റിനും നിർത്തിവെച്ച് അതിന് നടുവിലായി ശാന്തമായി കിടന്നുറങ്ങുകയാണ് കിച്ചൂട്ടൻ. വാത്സല്യത്തോടെ വിശ്വൻ ആ കുരുന്നിനെ നോക്കി അങ്ങനെ നിന്നുപോയി. കിടക്കയുടെ ഒരറ്റത്ത് ഇരിക്കുകയായിരുന്ന രശ്മിക വിശ്വനെ കണ്ടതും ബഹുമാനത്തോടെയും നേരിയ സങ്കോചത്തോടെയും എഴുന്നേറ്റ് നിന്നു. വിശ്വൻ പതുക്കെ ചെന്ന് കിടക്കയിൽ കിച്ചൂട്ടന്റെ അരികിലേക്കായിരുന്നു. എന്നിട്ട് ആ കുറുമ്പന്റെ നെറ്റിയിൽ സ്നേഹത്തോടെ ഒന്ന് ചുംബിച്ചു. വിശ്വന് തന്റെ കുഞ്ഞിനോടുള്ള അതിരില്ലാത്ത സ്നേഹം കണ്ട് രശ്മിയുടെ കണ്ണുകൾ നിറഞ്ഞു. കിച്ചൂട്ടന്റെ സ്വന്തം അച്ഛൻ പോലും ഇന്നുവരെ അവനോട് ഇത്രയും വാത്സല്യം കാണിച്ചിട്ടില്ല എന്ന ചിന്ത അവളുടെ ഉള്ളിൽ വലിയൊരു നൊമ്പരവും ഒപ്പം ആശ്വാസവും നിറച്ചു. ഈ ലോകത്ത് തന്റെ കുഞ്ഞിന് കിട്ടാവുന്ന ഏറ്റവും സുരക്ഷിതമായ കൈകൾ ഇത് തന്നെയാണെന്ന് അവളുടെ മനസ്സ് ഒരിക്കൽ കൂടി മന്ത്രിച്ചു. താൻ കിടന്നില്ലായിരുന്നോ? വിശ്വൻ ശബ്ദം താഴ്ത്തി ചോദിച്ചു. ഇല്ല എന്ന് രശ്മിക പതുക്കെ തലകുലുക്കി. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ആലോചിച്ചായിരുന്നോ? എന്ത് എന്നൊരു ചോദ്യം കണ്ണുകളിൽ നിറച്ചും കൊണ്ട് അവൾ അവനെ നോക്കി നിന്നതേയുള്ളൂ. ആ രാജേന്ദ്രനും കൂട്ടരും താമസിയാതെ ജാമ്യത്തിൽ ഇറങ്ങും. മോന്റെ രക്ഷയ്ക്ക് നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നതല്ലേ നല്ലത്? മറുപടി ഒന്നുമില്ലാത്തതുപോലെ അവൾ തലകുനിച്ചു. എവിടെ, ഇത് മിണ്ടത്തുമില്ല എന്ന് മനസ്സിൽ ചോദിച്ചുകൊണ്ട് അവർ എഴുന്നേറ്റ് അവളുടെ മുന്നിലേക്ക് ചെന്ന് നിന്നു. എടോ, ഞാൻ പറഞ്ഞത് മനസ്സിലായോ? പതിഞ്ഞൊരു മൂളൽ അവളിൽ നിന്നും വെളിയിലേക്ക് വന്നു. എന്നിട്ട് എന്താ തന്റെ മറുപടി? തലയും കുനിച്ച് വിരൽ കൊണ്ട് ചുമരിൽ ചുരണ്ടിക്കൊണ്ട് നിന്നതേയുള്ളൂ അവൾ. അവൻ അല്പനേരം ഒന്നും മിണ്ടാതെ ആ നിൽപ്പ് നോക്കി നിന്നു. മുന്നിൽ അനക്കമൊന്നും കേൾക്കാതെ വന്നപ്പോ അവൾ മെല്ലെ മുഖമുയർത്തി. ആ കണ്ണുകൾ തന്റെ മുഖത്ത് തന്നെയാണെന്ന് അറിഞ്ഞതും ഒരു പിടച്ചിലോടെ അവൾ വീണ്ടും മുഖം താഴ്ത്തി. വിശ്വന് ചിരി വന്നുപോയി. എല്ലാ ദിവസവും കിച്ചൂട്ടൻ ഇതുപോലെ വാശി പിടിച്ചാലേ ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കാൻ നോക്കോ? നാട്ടുകാരെന്തു പറയും? ഞങ്ങള് നാളെ കാലത്ത് പോയിക്കൊള്ളാം. വാക്കുകൾ പെറുക്കി എന്നോണം അവൾ പറഞ്ഞുകൂട്ടി. ആഹാ, അപ്പൊ സംസാരിക്കാനൊക്കെ അറിയാം. എന്നിട്ട് അവരൊന്ന് ചോദിച്ചാ താൻ കിച്ചൂട്ടൻ അങ്ങ് കൊടുക്കൂ? ഒരു ഞെട്ടലോടെ മുഖമുയർത്തി അവൾ ഇല്ലെന്ന് തലയാട്ടി. അവരോട് ഒറ്റക്ക് പിടിച്ചു നിൽക്കുവാൻ തനിക്കാവോ? അവൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവൾ വീണ്ടും മുഖം കുനിച്ചു. എടോ, ഇങ്ങോട്ട് നോക്ക്.
പറഞ്ഞതിനൊപ്പം അല്പം സ്വാതന്ത്ര്യം എടുത്തു തന്നെ അവൻ അവളുടെ മുഖം പിടിച്ചുയർത്തി. ആ ശരീരത്തിന്റെ വിറയൽ അവൻ കൈകളിൽ അറിഞ്ഞു. മുഖത്ത് പരമാവധി സൗമ്യത വരുത്തി ചിരിച്ചുകൊണ്ട് അവൻ ചോദിച്ചു, താൻ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? കിച്ചൂട്ടിന് നല്ലതിന് വേണ്ടിയല്ലേ ഞാനീ പറയുന്നത്. വിവാഹത്തിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ശരിയാക്കട്ടെ. നോ രക്ഷ. അവൾ മിണ്ടാതെ തലയും കുനിച്ച് നിൽപ്പ് തുടർന്നു. തനിക്കെന്താ ഒന്നും പറയാനില്ലേ? വിശ്വം വീണ്ടും എടുത്തു ചോദിച്ചു. താൻ എന്തൊക്കെ ചോദിച്ചാലും ഇവളിങ്ങനെ പേടിച്ച് എങ്ങും തൊടാതെ മാത്രമേ പ്രതികരിക്കൂ എന്ന് വിശ്വന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൻ അല്പം ഗൗരവം മുഖത്തണിച്ചുകൊണ്ട് പറഞ്ഞു, എങ്കിൽ പിന്നെ കിച്ചൂട്ടിനെ അവരങ്ങ് കൊണ്ടുപോട്ടെ അല്ലേ? യോ വേണ്ട. മറുപടി പെട്ടെന്നായിരുന്നു. അവൻ തന്റെ രണ്ട് കൈകളും അവളുടെ ഇരുവശത്തുമായി ഭിത്തിയിൽ കുത്തി മുഖം അല്പം കൂടി അവളിലേക്ക് അടുപ്പിച്ചു. എങ്കിൽ ഇനിയിപ്പോ തന്നോട് കൂടുതലൊന്നും ചോദിച്ച് ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഞാൻ അങ്ങ് തീരുമാനിക്കുക. അടുത്ത ആഴ്ച നമ്മളുടെ വിവാഹമാ. തന്റെ വീട്ടിൽ ഞാൻ സംസാരിച്ചോളാം, കേട്ടല്ലോ? അതിനും അനുസരണയുള്ളൊരു കുട്ടിയെപ്പോലെ അവൾ വേഗത്തിൽ തലകുലുക്കി. അവളുടെ ആ നിൽപ്പും ഭാവവും കണ്ട് വിശ്വന് ചിരി വന്നെങ്കിലും അവനത് കഷ്ടപ്പെട്ട് അടക്കി പിടിച്ചു. എന്നിട്ട് ഗൗരവം വിടാതെ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. പക്ഷെ വാതിൽ കടന്നതും അവൻ അറിയാതെ തന്നെ ഒരു മൂളിപ്പാട്ട് ചുണ്ടിലേക്ക് എത്തി. അങ്ങനെ പാട്ടും പാടി സ്വന്തം മുറിയിലേക്ക് നടക്കാൻ തുടങ്ങിയ വിശ്വൻ പെട്ടെന്നാണ് നിന്നുപോയത്. മുന്നിൽ കണ്ണും മിഴിച്ചു നിൽക്കുന്നു സാക്ഷാൽ ശാരദാമ്മ. എപ്പോ നോക്കിയാലും വലിയ ഗൗരവത്തിൽ ആരെയും കൂസാതെ നടക്കുന്ന തന്റെ മകന്റെ വായിൽ നിന്നും ജീവിതത്തിൽ ആദ്യമായി ഒരു മൂളിപ്പാട്ട് കേട്ടതിന്റെ ഞെട്ടലിലായിരുന്നു അവർ. അമ്മയെ കണ്ടതും വിശ്വന്റെ പാട്ട് തൊണ്ടയിൽ കുരുങ്ങി. പെട്ടെന്ന് പാട്ട് നിർത്തി പഴയ ഗൗരവം മുഖത്തണിഞ്ഞ് അവൻ വേഗം തന്റെ മുറിക്കകത്തേക്ക് കയറി വാതിലടച്ചു. അത് കണ്ട് ശാരദാമ്മയുടെ മുഖത്ത് സന്തോഷം നിറഞ്ഞൊരു ചിരി വിരിഞ്ഞു. തന്റെ മകന്റെ ജീവിതത്തിലേക്ക് സന്തോഷം തിരികെ വന്നതിന്റെ സമാധാനത്തോടെ അവർ ആ വാതിലിലേക്ക് നോക്കി കുറച്ചു നേരം അങ്ങനെ നിന്നു. പിന്നീട് അവർ നേരെ രശ്മികയുടെ മുറിയിലേക്ക് ചെന്നു. കഴിഞ്ഞുപോയ നിമിഷങ്ങളുടെ പകപ്പിൽ നിന്നും മോചനം നേടാതെ അവൾ അപ്പോഴും ആ ഭിത്തിയിൽ ചാരി നിൽപ്പുണ്ടായിരുന്നു. മുറിയിലേക്ക് കയറി ചെന്ന ശാരദാമ്മ അവളെ കെട്ടിപ്പിടിച്ച് ആ കവിളിലൊരു ഉമ്മ വെച്ചു. മോള് കിടന്നോ, ഇനിയല്ല അമ്മ നോക്കിക്കൊള്ളാം. വലിയൊരു ആശ്വാസത്തോടെ അവൾ ശാരദാമ്മയുടെ തോളിലേക്ക് മുഖം ചാരി. അവൾക്ക് കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. നിറഞ്ഞ കണ്ണുകൾ കൊണ്ട് അവൾ കട്ടിലിൽ കിടന്നുറങ്ങുന്ന കിച്ചൂട്ടനെ നോക്കി. എന്തോ സ്വപ്നം കണ്ടെന്നതുപോലെ അവൻ ഉറക്കത്തിൽ ചിരിക്കുന്നുണ്ട്. അവന്റെ ആ ചിരി ഇനി എങ്ങോട്ട് എന്നും നിലനിൽക്കണമേ എന്നൊരു പ്രാർത്ഥനയോടെ അവൾ ശാരദാമ്മയോട് ചേർന്ന് നിന്നു. മുറിക്കകത്തേക്ക് കയറിയ വിശ്വൻ കണ്ണാടിക്ക് മുന്നിൽ ചേർന്ന് നിന്ന് സ്വയം ഒന്ന് നോക്കി. നിനക്ക് പെണ്ണുങ്ങളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാനും പെരുമാറാനും ഒക്കെ അറിയോടാ? അവന്റെ ആ ചോദ്യത്തിന് കണ്ണാടിയിലെ പ്രതിബിംബം തലകുലുക്കി. എന്നിട്ട് അവനെ നോക്കി ആക്കിയ ഒരു ചിരി ചിരിച്ചു. അവൻ ആ പ്രതിബിംബത്തോട് ഗൗരവത്തിലൊന്ന് മൂളിയിട്ട് മുറിക്കകത്തുണ്ടായിരുന്ന ചെറിയ TV ഓൺ ചെയ്തു. TVയിലെ എല്ലാ ന്യൂസ് ചാനലുകളിലും അപ്പോൾ ഒരേ വാർത്ത തന്നെയായിരുന്നു. ദേവനെയും സതീഷിനെയും രക്ഷിക്കാനായി വലിയ സന്നാഹങ്ങളുടെ കാട്ടിലേക്ക് കയറിയ പോലീസ് കമാൻഡോകളെയും വനപാലകരെയും കുറിച്ചുള്ള തത്സമയ വിവരങ്ങൾ. ചില അമിതാവേശക്കാരായ ചാനലുകാർ ഒരു വഴി കൂടി കടന്ന് വനത്തിന്റെ ഉള്ളിലേക്ക് പോലീസ് പോകേണ്ട വഴികൾ വരെ മാപ്പും ഗ്രാഫിക്കും വെച്ച് വിശദീകരിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ട് വിശ്വന് ഉള്ളിൽ ചിരി വന്നു. ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞതും TVയിലെ വാർത്തകളുടെ മട്ടും ഭാവവും പെട്ടെന്ന് മാറി. സ്ക്രീനിൽ ചുവന്ന അക്ഷരത്തിൽ മിന്നിത്തിളങ്ങുന്ന ആ ബ്രേക്കിംഗ് ന്യൂസ് വന്നു. കാട്ടുമാഫിയയുടെ തളവിൽ നിന്നും CA ദേവൻ സാഹസികമായി രക്ഷപ്പെട്ടു. തുടർന്ന് പോലീസ് സ്റ്റേഷനകത്ത് കാക്കി വേഷത്തിൽ തികഞ്ഞ ഗൗരവത്തോടെ മീഡിയക്കാരോട് സംസാരിക്കുന്ന ദേവനെയാണ് കാണിച്ചത്. തന്നെ തട്ടിക്കൊണ്ടുപോയവരെ ഒറ്റയ്ക്ക് അടിച്ചു വീഴ്ത്തി വനത്തിലൂടെ സാഹസികമായി ഓടി രക്ഷപ്പെട്ട കാര്യം ഒരു ഒന്നൊന്നര സിനിമാ കഥ പോലെ അവൻ നിന്ന് കാച്ചുകയാണ്. അവന്റെ ഓരോ ഡയലോഗും അതിനവൻ കൊടുക്കുന്ന ഒരു ഹീറോയിക് ബിൽഡപ്പും കേട്ട് വിശ്വന് ശരിക്കും ചിരി പൊട്ടി. ശ്രീജിത്തുമായി ചേർന്നുണ്ടാക്കിയ തിരക്കഥ അവൻ എത്ര മനോഹരമായാണ് ക്യാമറകൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. അവന്റെ ആ കിടിലൻ അഭിനയവും തള്ളും കേട്ട് നിറഞ്ഞ ചിരിയോടെ വിശ്വൻ പോക്കറ്റിൽ നിന്നും ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടിൽ വെച്ച് കത്തിച്ച് പതുക്കെ പുക ഊതി വിട്ടുകൊണ്ട് കിടക്കയിലേക്ക് ചാരിക്കിടന്നു. ഇനി വരാനിരിക്കുന്ന രാഷ്ട്രീയ നാടകങ്ങൾ എപ്രകാരമായിരിക്കുമെന്നും അതിനെ ചെറുക്കാൻ എന്തെല്ലാം കളികൾ കളിക്കേണ്ടി വരുമെന്നുള്ള ആലോചനയിലായിരുന്നു അവൻ. തുടരും. അഭിപ്രായം പറയണേ. പ്രിയ പ്രണയിനി അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുത്ത് സഹായിക്കണേ. താങ്ക്